ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന ഭൂനികുതി വ്യവസ്ഥകൾ നമുക്കൊന്ന് കോഡിലൂടെ പഠിച്ചെടുത്താലോ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ളത്. വർഷം ഓർത്തിരുന്നോളൂ, 1793. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ളത് കോൺവാലിസ് പ്രഭുവാണ്. അതുപോലെ ചോദിക്കാറുണ്ട് ഏത് പ്രദേശങ്ങളിലാണ് എന്നുള്ളത്. അപ്പൊ ബംഗാൾ, ബീഹാർ, ഒറീസ. ബീഹാർ, ഒറീസ പ്രദേശങ്ങളിലാണ് എന്ന് ഓർക്കണം. ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ളത് കോൺവാലിസ് പ്രഭുവാണ്. വർഷം 1793. ഇനി ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കോഡ് പറയാം. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ശ്വേത എന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ ഫിലിം ആക്ട്രസ്, മലയാളം ഫിലിം ആക്ട്രസ് ശ്വേത മേനോൻ. അപ്പൊ നികുതി പിരിക്കാൻ വരുന്നത് ആരാണ്? നമ്മുടെ ശ്വേത ചേച്ചിയാണ്. അപ്പൊ ശ്വേതയ്ക്ക് നല്ല പ്രഭയാണ് എന്നോർക്കാം. പ്രഭ എന്ന് പറയുമ്പോൾ തിളക്കം അല്ലെ. ശ്വേത ചേച്ചി നികുതി പിരിക്കാൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും നോട്ട് ചെയ്യുന്നത് എന്താണ്? പ്രഭയാണ്. പ്രഭ എന്നതിൽ നിന്ന് കോൺവാലിസ് പ്രഭു എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയിട്ടുള്ളത് കോൺവാലിസ് പ്രഭുവാണ്. ഇനി നോക്കൂ, റൈറ്റ് വാരി സമ്പ്രദായം. റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ആരാണ്? 1820 റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത് തോമസ് മൺറോ. ആരാണ്? തോമസ് മൺറോയാണ്. ഇനി ഏതെല്ലാം പ്രദേശങ്ങളിലാണ്? മദ്രാസ് പ്രസിഡൻസി, മഹാരാഷ്ട്ര, അസം, പഞ്ചാബ്. പ്രദേശങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത് എവിടെയൊക്കെയാണ്? മദ്രാസ് പ്രസിഡൻസി, മഹാരാഷ്ട്ര, അസം, പഞ്ചാബ് എന്നീ പ്രദേശങ്ങൾ. കൂട്ടത്തിൽ കൂർഗ് കൂടി ഉണ്ട് കേട്ടോ. കൂർഗ് എന്നീ പ്രദേശങ്ങളിലാണ് റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്. അപ്പൊ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത് തോമസ് മൺറോയാണ്. എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ റൈറ്റ് വാരി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ 8 വരി എന്ന് കണക്ട് ചെയ്യാം. 8 വരി. വരി എന്നതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? റോ എന്ന് പറയും അല്ലെ. റോ എന്നാൽ എന്താണ്? വരി. അതിൽ നിന്ന് കണക്ട് ചെയ്യാലോ. റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത് തോമസ് മൺറോയാണ്. ഇനി മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കൻസി. ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിലാണ് മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത്. വർഷം ചോദിച്ചാൽ 1822 മഹൽവാരി സമ്പ്രദായം നടപ്പിലാക്കിയിട്ടുള്ളത് ഹോൾട്ട് മക്കൻസി ആണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? മഹൽവാരി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മഹൽ കണക്ട് ചെയ്യാം. മഹൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പാലസ് എന്നാണ് അല്ലെ. പാലസ് എന്നുള്ള അർത്ഥമാണോ? അപ്പൊ മഹലിൽ ഭയങ്കര ഹോട്ടാണ് എന്നോർക്കാം. നല്ല ചൂടാണ് എന്നോർക്കാം. മഹലിനകത്ത് ഭയങ്കര ഹോട്ടാണ്, ചൂടാണ് എന്നോർത്താൽ ഹോൾട്ട് മക്കൻസിയും കണക്ട് ചെയ്യാലോ. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക കേട്ടോ.